ഹായ്, നമസ്കാരം. മഴവരും മുമ്പേ എന്ന സീരിയലിലെ അലീനയുടെയും മനുഷ്യന്റെയും ഇന്നത്തെ കഥ കേട്ടാലോ? നമ്മുടെ രേവതിക്കുട്ടിയും കൂട്ടിക്കൊണ്ട് നമ്മുടെ മാമച്ചാനും യേശുവിന്റെയും തിരികെ എറണാകുളത്തോട്ട് വരികയാണ്. അപ്പം കാറിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ആരോ ആന്റി അത്, എന്തിനാ നമ്മൾ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ. അപ്പം നമ്മുടെ ഗ്രേസ് ആന്റി പറയുന്നു, അത് മോളെ, അത് എന്റെ അച്ഛനാന്ന് പറയും. എന്റെ അച്ഛനോ? ആ അതെ, കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് വീട്ടിലോട്ട് വരുമ്പം രേവതിക്കുട്ടി റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ ഗ്രേസ് ആന്റി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയും. അത് എന്റെ അച്ഛനാണോ ആന്റി എന്ന് ചോദിച്ചു. അതെ, അത് എന്റെ അച്ഛനാണ് മോളെ. ഇവിടെ വന്ന രമേശൻ നായരുടെ മകനാണ് ജയപ്രസാദ്, എന്റെ അച്ഛൻ. അപ്പൊ താഴെ കണ്ട സ്ത്രീ എന്റെ അമ്മയാണോ? അത് നിന്റെ അമ്മയല്ല, നിന്റെ അച്ഛൻ ആദ്യം വിവാഹം കഴിച്ച സ്ത്രീയാണ് നിന്റെ അമ്മ. പിന്നെ ആ ബന്ധം അത്ര ശരിയായി പോയില്ല. അതിനുശേഷം നിന്റെ അമ്മ ആത്മഹത്യ ചെയ്തു. അതിനുശേഷമാണ് നിന്റെ അച്ഛൻ ഇപ്പൊ നമ്മൾ കണ്ട ശൈലജ വിവാഹം കഴിച്ചതെന്ന് പറയും. എന്താ ആന്റി, എന്തിനും എന്റെ അമ്മ ആത്മഹത്യ ചെയ്തതെന്ന് പറയും. അതിനെക്കുറിച്ച് അറിയത്തില്ല മോളെ. നിന്റെ അമ്മയ്ക്ക് അച്ഛനോടുള്ള ജീവിതം നല്ലോണം ആയില്ല. അതിനുശേഷം നിന്റെ അമ്മൂമ്മയ്ക്ക് നിന്നെ നോക്കാൻ പറ്റാതായതുകൊണ്ടാണ് നിന്നെ ഓപ്പണേറ്റിലോട്ട് ആക്കിയെന്ന് പറയും. അലീന ചേച്ചിക്ക് എന്റെ അമ്മയെ കിട്ടിയ അലീന ചേച്ചിക്ക് അമ്മയെ കിട്ടിയ സമയത്ത് ഞാനും ഒരുപാട് ആഗ്രഹിച്ചു എനിക്ക് ഒരു അമ്മയുണ്ടാവുമല്ലോ. എന്നിട്ട് എന്റെ അമ്മയെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ ആന്റി എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിക്കുട്ടി കരയുകയാണ്. അപ്പൊ നമ്മുടെ ഗ്രേസി ആന്റി രേവതിക്കുട്ടി ചേർത്ത് വിളിച്ച് പറയും, ഞാനില്ലേ മോളെ നിന്റെ അമ്മയുടെ സ്ഥാനത്ത് എന്ന് പറയും. എനിക്ക് ആരെയും കാണണ്ടായിരുന്നല്ലോ ആന്റി, എന്തിനാ ആന്റി എന്നെ അവിടെ കൊണ്ടുപോയത് എന്ന് പറഞ്ഞു. എനിക്ക് ആരും വേണ്ട, എനിക്ക് എന്റെ ആന്റി ആണെങ്കിലും മാത്രം മതി, ഞാൻ നിങ്ങളെ വിട്ട് ഒരിക്കലും പോയില്ല, ഇതാ എന്റെ വീടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിക്കുട്ടി കരയുകയാണ്. ഗ്രേസി ആന്റി കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അപ്പം നമ്മുടെ ഗ്രേസി ആന്റിയും പറഞ്ഞു, അറിയാം മോളെ, നീ ആദ്യം ഞങ്ങൾ പേടിച്ചു പോയി, നീ ഞങ്ങളെ ഉപേക്ഷിച്ച് പോകുമെന്ന്. ഇപ്പം ഞങ്ങൾക്ക് ധൈര്യമായെന്നൊക്കെ പറയും. ഇല്ല ആന്റി, ഒരിക്കലും ഞാൻ പോകത്തില്ലെന്ന് പറയും. അവർക്ക് ആർക്കും എന്നെ മുമ്പ് വേണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാ ഇപ്പൊ എന്നെ അന്വേഷിച്ച് വന്നതെന്നൊക്കെ ചോദിച്ചു. നിന്റെ അച്ഛന് സുഖമില്ലാതെ കിടക്കുക മോളെ, അച്ഛൻ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്നെ കാണണമെന്ന് നിന്റെ മുത്തശ്ശനോട് അവസാനമായിട്ട് പറഞ്ഞതാണ്, അതുകൊണ്ടാണ് മോളെ കൊണ്ടുപോയെന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കെട്ടിപ്പിടിച്ചങ്ങ് സങ്കടപ്പെട്ട് കരയുകയാണ്. അതിനുശേഷം നമ്മുടെ കൊല്ലപ്പള്ളി വീട്ടിൽ നമ്മുടെ ശിവശങ്കരനും നമ്മുടെ രാജീവും എല്ലാവരും കൂടി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പോയി രാജീവൻ പറഞ്ഞു, നിങ്ങൾ പോയി ബബിതയും രോഹിതും പോയി ബാഗെല്ലാം റെഡിയായി കൊണ്ടുപോകാം, ഞങ്ങളെ കടപ്പാട്ടൂർ വീട്ടിലോട് കൊണ്ടുവിടാന്ന് പറഞ്ഞു. അപ്പൊ രോഹിത് പറഞ്ഞു, കടപ്പാട്ടൂരോ? ഞാൻ പോയിട്ടില്ലെന്ന് പറയും. അതെന്താ, നിന്റെ വീടല്ലേ, നിനക്ക് അങ്ങോട്ട് പോയിക്കൂടെന്ന് ചോദിക്കും. ഇല്ല, ആലീനെന്ന് പറഞ്ഞ് ഇരുത്തിയുള്ള വീട്ടിലോട്ട് ഞാൻ പോവില്ലെന്ന് പറയും. പോവില്ലെന്നോ? അപ്പൊ ഇവിടെ നിന്നാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആര് നോക്കും എന്ന് പറയും. അപ്പൊ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും ആരും നോക്കണ്ട, പിന്നെ നിങ്ങൾക്ക് പഠിക്കണ്ടേ, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ, നിങ്ങളുടെ ഡ്രസ്സ് വാഷ് ചെയ്യണ്ടേ, ഇതൊക്കെ ആര് ചെയ്യും? ഈ പറയുന്ന നീ പോലും ഒന്ന് സഹായിച്ചു കൊടുക്കത്തില്ലെന്ന് നമ്മുടെ ബബിത എടുത്ത് രാജീവ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ബബിത ഇങ്ങനെ കുഞ്ഞു നിൽക്കുകയാണ്. ഇല്ലെങ്കിലേ ഞാൻ അങ്ങോട്ട് പോത്തില്ല, അവളുള്ള വീട്ടിലോട്ട് ഞാൻ പോത്തില്ലെന്ന് പറയാം. അത് നിന്റെ അച്ഛൻ അവളെ സ്വന്തം മകളായിട്ടാണ് കാണുന്നത്, അപ്പം നിങ്ങൾ അങ്ങോട്ട് പോയേ പറ്റത്തുള്ളൂ എന്ന് പറയും. അച്ഛൻ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറയാം, സ്വന്തം അച്ഛനും അമ്മയും ഉള്ളപ്പം നിങ്ങൾ ഇവിടെ നിൽക്കണ്ടെന്ന് പറയും. അപ്പൊ നമ്മുടെ കമലൂട്ടത്തി നോക്കി, എന്തിനാ ഇത്ര പെട്ടെന്ന് അവരെ അങ്ങോട്ടാക്കുന്നത്, എന്തെങ്കിലും കാര്യമില്ലാതെ ഞാൻ അങ്ങനെ പറയത്തില്ലെന്ന് കമലൂട്ടത്തി മനസ്സിലാക്കണമെന്ന് പറയും. അപ്പോഴത്തേക്കും ഇപ്പോഴത്തെ ഇപ്പം ഉടനെ തന്നെ നമ്മുടെ വൈജയന്തി ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യും. ഈ സമയത്ത് കുട്ടികളും കൂടി അവിടെ ഉണ്ടെങ്കിൽ വൈജയന്തി ബാലനും തമ്മിലുള്ള പിണക്കം കുറച്ച് കുറയ്ക്കാൻ പറ്റും, അതുകൊണ്ട് കൂടി അവരെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നതെന്ന് പറയും. അപ്പം നമ്മള് രോഹിത്ത് പോത്തില്ലെന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ്. അപ്പൊ ചോദിക്കും, നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇതിനൊക്കെ ആര് നിങ്ങളെ നോക്കും? അവിടെ ആകുമ്പോൾ അച്ഛനും അലീനെ നോക്കുമെന്ന് പറയും. അവള് ഞങ്ങളുടെ കാര്യം നോക്കണ്ട, എന്താ അവള് നോക്കിയ, അവളില്ലേ നിങ്ങളുടെ അമ്മയ്ക്ക് അവളെ വന്നതിന് ശേഷം നിങ്ങളുടെ എല്ലാവരുടെ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നോക്കുന്നത്, നിങ്ങളുടെ ആരുടെങ്കിലും കാര്യത്തിന് എന്തെങ്കിലും ഒരു മുടക്കോൾ വരുത്തിയിട്ടുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയേ പറ്റത്തുള്ളൂ എന്ന് നമ്മുടെ രാജീവൻ പറയുന്നു. അപ്പം നമ്മുടെ ബബിത പറയുന്നത്, ഞാൻ പോവാം എന്ന് പറയും. എനിക്ക് ചെന്ന് പോയി ബാഗ് എടുത്ത് റെഡിയാവാൻ പറയും. അങ്ങനെ നമ്മുടെ ബബിത പോയി ബാഗ് പാക്ക് ചെയ്യുന്നുണ്ട്. രോഹിത്തും ചെന്ന് തന്നെ റെഡി ആവുമ്പോഴത്തേക്ക് നമ്മുടെ ഹരിശങ്കർ, എന്താടാ ബാഗ് പാക്ക് ചെയ്യുന്നത്? അത് നമ്മുടെ ഞങ്ങള് തിരിച്ച് കടപ്പാട്ടൂർ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞെന്ന് പറയും. കടപ്പാട്ടൂർ കേട്ടോ? എടാ, അത് തലതാഴ്ച നാണം കെട്ടി ചെന്നാലോ, ഒന്നും பார்த்துட்டு കാര്യമില്ലടാ, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഇവിടെ ആർക്കും പറ്റത്തില്ലെന്നാ പറയുന്നതെന്ന് പറഞ്ഞു. ശേഷം നമ്മുടെ ബബിത റൂമിലെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഹരിശങ്കർ അങ്ങോട്ട് വരികയാണ്. ഓ, നീ പോകാൻ റെഡിയായോ? എന്താ, ഞാൻ പോകുന്നത് ഹരിയേട്ടന് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് പറയും. നീ എങ്ങോട്ടാ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നത്? നീ ഡിലീറ്റ് ചെയ്തില്ലേ എന്റെ ഫോൺ, നീ തല്ലിപ്പൊളിച്ച് കളഞ്ഞ അതിൽ കിടന്ന വീഡിയോസും എല്ലാ ഫോട്ടോസും നഷ്ടപ്പെടുമെന്ന് നീ കരുതിയോ? ഈ ഫോണിനകത്ത് എല്ലാം ഞാൻ റീസ്റ്റാർട്ട് ചെയ്യും, അതെല്ലാം ഞാൻ വാട്സപ്പിനകത്ത് സേവ് ചെയ്തിട്ടുണ്ട്, എനിക്കതെല്ലാം തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് പറയും. അപ്പം നമ്മുടെ ബബിത ഒന്ന് പേടിക്കുന്നുണ്ട്. നീ എന്താ അടിക്കരുത്, നീ എന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോയെന്നോ, നീ എവിടെ പോയാലും നിന്റെ പുറകെ തന്നെ ഞാനുണ്ടാവും എന്ന് പറയും. എന്താ, ഹരിയേട്ടൻ കടപ്പാട്ടൂരോട്ട് വരുമെന്നാണോ പറയുന്നത്?
പറയാം. അല്ലെങ്കിൽ തന്നെ അച്ഛന് ഹരിയേട്ടനെ കണ്ടുകൂടാ. അവിടെ വന്ന് എന്തെങ്കിലും തരികിട പരിപാടി ഒപ്പിക്കാനാണെങ്കിൽ അത് നടക്കില്ല ഹരിയേട്ടാ. പിന്നെ ഇത് വെച്ച് എന്നെ മുതലാക്കാനെങ്ങാനും ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാവുന്ന പറയും. അങ്ങനെ നമ്മുടെ ബബിതയുടെ സംസാരം ഒരു ഭീഷണി ഉണ്ടായിരുന്നു. നമ്മുടെ രോഹിത് ദേഷ്യം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹരിശങ്കർ ദേഷ്യം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അവരെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ രാജീവനും നമ്മുടെ ശിവശങ്കരനും കൂടി കടപ്പാട്ട് ഒരു വീട്ടിലോട്ട് വരികയാണ്. അപ്പം അലീന വന്ന് വാതിൽ തുറക്കുന്നു. അച്ഛനില്ലേ മോളെ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ് അകത്തോട്ട് പോവുകയാണ്. അപ്പം അലീനയോടുള്ള ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ നമ്മുടെ രോഹിത്തും ബബിത ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഭയങ്കര ദേഷ്യത്തിലൊക്കെ പിടിച്ച ആൾക്കാർ ഇപ്പോൾ ഭയങ്കര സ്നേഹമായിട്ടൊക്കെ സംസാരിക്കുന്നു. അതിനുശേഷം അച്ഛൻ ബാലേന്ദ്രൻ ഇറങ്ങി വരികയാണ്. ചോദിക്കും, എന്താ ഇത് പതിവില്ലാതെ എല്ലാവരും കൂടി ഞങ്ങൾ ഇവരെ ഇവിടെ കൊണ്ടുവന്നാക്കാൻ വന്നേ. ഇവിടെ കൊണ്ടുവന്നാക്കാനോ? എന്താ കാര്യം? അത് ഇനി ഇവിടെ നിൽക്കേണ്ടത് ഒന്നുമില്ല, നിന്റെ മക്കളല്ലേ ബാലേന്ദ്ര? ഓ, എന്റെ മക്കളാണോ? എന്റെ മക്കളാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ശിവേട്ടൻ അന്ന് ഇവരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയത്? അപ്പൊ ചോദിക്കും, എന്താ അവിടുത്തെ സുഖവും സൗകര്യവും എല്ലാം ഇവിടുത്തെ കണക്ക് പറ്റുന്നില്ലേന്ന് ചോദിക്കും. ഉടനെ നമ്മുടെ രോഹിത്ത് പറയാം, അവിടെ സുഖത്തിന് സൗകര്യത്തിന് ഒരു കുറവില്ല, പിന്നെ എന്തിനാടാ ഇങ്ങോട്ട് വന്നത്? നീ അവിടെ നിന്ന് ഇങ്ങനെ അന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. നിനക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു. ഇപ്പൊ എന്താടാ തലയും കുറിച്ച് നിൽക്കുന്നത്? നിന്റെ സംസാരം കേട്ടപ്പോൾ ഞാൻ കരുതി നിനക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള പ്രാപ്തി ഉണ്ടെന്ന്. പിന്നെ എന്തിനാടാ ഇങ്ങനെ തലയും കുനിച്ചോ നിൽക്കുന്നതെന്ന് ചോദിക്കും. എന്താടി നിനക്കും അവിടുത്തെ സുഖസൗകര്യങ്ങളൊക്കെ മതിയായോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ ബബിത ഒന്നും മിണ്ടാതെ ഇങ്ങനെ പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ്. അപ്പം രാജ്യം പറയും, ഞങ്ങള് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോവും, പിന്നെ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടായോ? ഓ, അപ്പൊ ബാധ്യതകളൊന്നും ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല, അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് പോകുന്നതെന്ന് പറയും. അങ്ങനെയല്ല ബാലേന്ദ്ര എന്ന് പറയും. അങ്ങനെ അവര് എല്ലാവരും കൂടി നമ്മുടെ അലീനയും ബാലചന്ദ്രനും ശിവശങ്കരനും രാജീവനും ബബിതയും രോഹിതും എല്ലാവരും കൂടി കടപ്പാട്ടൊരു വീട്ടിൽ നിന്ന് സംസാരിക്കുന്നതാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ബാക്കി കഥ അടുത്ത ദിവസം കേൾക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓക്കെ.